ഇപ്പോൾ TG മോഹൻദാസിനെ വഞ്ചൂർ കോടതിയിൽ എത്തിക്കുകയാണ്. അവിടെ ഒരു പ്രതിഷേധ സാധ്യതകളുണ്ട്. SFI പ്രവർത്തകരടക്കം അവിടെ സംഘടിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് TG മോഹൻദാസിനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇനി എന്തായിരിക്കും ഈ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പോകുന്ന നടപടികളടക്കം എന്തായാലും ഈ മണിക്കൂറുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം തന്നെയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, TG മോഹൻദാസിനെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? അവിടെ ഒരു പ്രതിഷേധ സാധ്യതയുണ്ടോ? വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് TG മോഹൻദാസിനെ ഇന്നലെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇതിപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയാണ്. TG മോഹൻദാസിന് ജാമ്യം കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെ. ഡാൻ കുര്യനിലേക്ക്. ഡാൻ, അവിടെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു പ്രതിഷേധ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെയാണ്, കരിങ്ങടി പ്രതിഷേധത്തിനിടെയാണ് TG മോഹൻദാസിനെ അല്പസമയം മുമ്പ് വഞ്ചിയൂർ ACBI കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് പോലീസ് കൈമാറും, മജിസ്ട്രേറ്റിന് കൈമാറും. അതിനുശേഷമായിരിക്കും നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം TG മോഹൻദാസിന് ജാമ്യം നൽകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. എന്തായാലും പോലീസ് ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിനായി ലാപ്ടോപ്പും മൊബൈലും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു. വസതിയിൽ നടത്തിയ പരിശോധനയിൽ അതിൽ നിന്ന് ഈ പത്രിക എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഈ ജന്തർ മന്ദറിൽ സമരം നടത്തിയ പ്രക്ഷോഭകാരികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ യുവതികൾക്ക് നേരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം, കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനം, അതായത് പോലീസ് കടുത്ത നീക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പോലീസിന്റെ നീക്കങ്ങൾക്ക് കരുത്ത് പകരുന്നതാകും. അങ്ങനെയാണെങ്കിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടയിലാണ് TG മോഹൻദാസിനെ വഞ്ചൂർ കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ SFI പ്രവർത്തകർ കോടതിയിൽ TG മോഹൻദാസിനെ കോടതിയിൽ എത്തിക്കുമ്പോൾ ഉള്ള പ്രതിഷേധം, കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ ഒരു പ്രതിഷേധമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഡാൻ, പ്രതിഷേധം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഈ പ്രതിഷേധക്കാരെ SFI പ്രവർത്തകരാണ് പ്രതിഷേധിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നു. കരിങ്കൊടി പ്രതിഷേധം മാത്രമല്ല, അല്ലെങ്കിൽ അതൊരു അക്രമ സ്വഭാവത്തിന്റെ ശൈലിയിലേക്ക് മാറാതെ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധമാകും സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്ന് SFI പ്രവർത്തകർ പോലീസിനെ അറിയിച്ചതായാണ് വിവരം. അതുകൊണ്ട് എന്തായാലും പോലീസ് അവിടെ സുരക്ഷ കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ TG മോഹൻദാസിനെ അല്പസമയം മുമ്പ് ACBI കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. വ്യക്തമാണ്. TG മോഹൻദാസിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.